How to make your COVID certificate. ആദ്യമായിട്ട് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒപ്പേരയുടെ മിനി വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഒപ്പേരയുടെ മറ്റു വേർഷനെക്കാട്ടും നല്ലത് ഒപ്പേരയുടെ മിനി വേർഷനാണ്. ഒന്നെങ്കിൽ ഒപ്പേരയുടെ മിനി വേർഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാവി പ്രൈവസി ബ്രൗസറോ അത് രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. പഫിന് യൂസ് ചെയ്യാൻ നോക്കേണ്ട, അത് ഫസ്റ്റ് ആണെങ്കിലും പഫിന് സപ്പോർട്ടഡ് അല്ല. ഓക്കെ, എന്നിട്ട് ഒപ്പേര മിനി യൂസ് ചെയ്യുക. ക്രോമോ ബ്രൗസറോ അങ്ങനത്തെ ഒരു ഇതിൽ കേസിൽ ക്രോമിനേക്കാളും ബെറ്ററാണ് ഒപ്പേര. ഓക്കെ, ജസ്റ്റ് ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് എൻ്റർ ആയി പോരുത്, അത് വേറെ ഏതെങ്കിലും ബ്രൗസർ അഥവാ ഫോൺ സപ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രൗസർക്കാണ് പോവുക. നമ്മൾ ഒപ്പേരയിൽ യൂസ് ചെയ്യുന്നതാകും ബെറ്റർ. ശേഷം PC ഓർ ലാപ്ടോപ്പ് എന്നാൽ പോയിട്ട് ഈ ലിങ്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഉണ്ട്. ഞാൻ രജിസ്റ്റർ ഹിയർ എന്നാണ് കൊടുക്കുന്നത്. ശേഷം ഇവിടെ ഇയർ സെലക്ട് ചെയ്യണം. ഇയർ സെലക്ട് ചെയ്യാനോടത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ശേഷം നെയിം ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ മൊബൈൽ നമ്പറാണോ വേണ്ടത് അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സാണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതിൽ ഓൾറെഡി ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി പാസ്വേഡിൻ്റെ കേസിൽ പാസ്വേഡിന് ചില ഇതൊക്കെയുണ്ട്, കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, രണ്ടാമത്തത് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് വേണം, തേർഡായിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടർ വേണം, പിന്നെ സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പർ ലെറ്റർ P എന്ന് കൊടുത്തു. ഓക്കെ, അപ്പർ ലെറ്റർ ആയി, ലോവർ ലെറ്റർ ആയി, അഥവാ സ്മോൾ ലെറ്റർ ആയി, ബിഗ് ലെറ്റർ ആയി. ഇനി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും എൻ്റർ ചെയ്യാം. ഹാഷോ അല്ലെങ്കിൽ അറ്റോ അതിലേതെങ്കിലും യൂസ് ചെയ്തിട്ട് ഇനി ഒരു നമ്പറും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പാസ്വേഡ്. ശേഷം പാസ്വേഡ് ഒന്ന് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ ബിഗ് ലെറ്റർ, ശേഷം ഓക്കെ, അപ്പം പാസ്വേഡ് കൺഫേം ചെയ്ത് ഇനി അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ദീക്ഷയുടെ ടേംസ് ആൻഡ് സർവീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് എന്നുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ചില കേസിൽ രജിസ്റ്റർ ബട്ടൺ വരാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ഒന്ന് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അഥവാ രജിസ്റ്റർ ബട്ടൺ ബ്ലൂ കളർ ആവാതെ വരാൻ ചില സമയത്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഇൻ്റർഫേസ് വരും, അഥവാ ഒരു വെരിഫിക്കേഷൻ ഇൻ്റർഫേസ് വരും, അഥവാ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അഥവാ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത് കുഴപ്പമുണ്ടായിട്ടല്ല, ആ ഒരു ഇൻ്റർഫേസ് വരാൻ വേണ്ടിയാണ്. ശേഷം രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇതാണ് വരിക. അപ്പോൾ പിന്നെ ട്രാക്ടേഴ്സ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, വെരിഫൈ കൊടുക്കുക. നമ്മൾ ചെയ്ത് റെഡി ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും കൂടി വരും. ശേഷം നമ്മളൊരു OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പറിൻ്റെ OTP. ഇപ്പോൾ എൻ്റേത് ഇപ്പോൾ ജിമെയിലാണ്. ഓക്കെ, ആ ഇമെയിലിലേക്ക് നിങ്ങളുടെ OTP കൂടി എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് വരിക. ഞാൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഓൾഡിലാണ് തുടങ്ങുന്നത്. അപ്പം ടീച്ചർ സ്റ്റുഡൻറ്റ് സോദർ, അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്റ്റ് മലപ്പുറം, അത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് 6 പാർട്ടാണ് ടോട്ടലി ഉള്ളത്. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് 6 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ പിന്നെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് 2 ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഓരോ പാർട്ടിലും ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഒന്നാമത്തെ നമുക്കൊരു ഡോക്യുമെൻ്റാണ്. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം, ജസ്റ്റ് റീഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ COVID-19, അതൊരു ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ്. അപ്പം ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ലോഡ് ആവും. ശേഷം വീഡിയോ വരും. വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ശേഷം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ മോഡ് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് സ്ക്രാപ്പോ വെർട്ടിക്കലോ ആയിട്ട് കാണാം. ഓക്കെ,
ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് അടിക്കുക. അപ്പോൾ അത് ഫുള്ളായി കഴിഞ്ഞാൽ ശേഷം നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തും. അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. ആ ഒരു വീഡിയോ 13 സംതിങ് സെക്കൻഡ്സ് ആണുള്ളത്. ഞാനത് ഫുൾ വ്യൂ ഇട്ട് ഓക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ ഞാൻ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഞാൻ എത്ര സെക്കൻഡ് കണ്ടുവെന്നും ഇവിടെയുണ്ട്. ശേഷം എൻ്റെ പേര് റീപ്ലൈ ബട്ടൺ ഇതൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് ജസ്റ്റ് എക്സിറ്റ് അടിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓരോ കോഴ്സും കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ ഈ പാർട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട്, അങ്ങനെ എല്ലാ കോഴ്സും തേർഡ് പാർട്ട്, അങ്ങനെ ഒരുപാട് പാർട്സ് ഉണ്ട്. ഇതിൽ എല്ലാ 5 പാർട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബേസിക് ഓഫ് കോവിഡ് എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ആക്കിയ കോഴ്സിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ കോവിഡ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കോഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് ബ്ലൂ ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ ടിക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശേഷം ക്രെഡിറ്റ് ആൻഡ് ലൈസൻസ് ഇൻഫോ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാൽ മതി കേട്ടോ, അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ശേഷം നിങ്ങളുടെ പ്രൊഫൈലുണ്ട് ഇവിടെ. നിങ്ങൾ എൻ്റെ പേര് ഞാൻ മുഹമ്മദ് ജസീർ എന്ന് കൊടുത്തിട്ടുണ്ട്. എം എന്ന നെയിമിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ മൈ ടൂപ്പ് സ്വിച്ച് ടു ഓൾ ടു തിങ്സ്, അതിൽ ഞാൻ പ്രൊഫൈൽ എന്നതിലേക്ക് പോവാണ്. ജസ്റ്റ് പ്രൊഫൈൽ ഒന്ന് ലോഡാകുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് ഓരോ കേസസ് ഇവിടെയുണ്ട്. ഇപ്പോൾ അങ്ങ് എല്ലാ പാർട്സും കഴിഞ്ഞതേ ഉള്ളൂ. ഓൺ ദി സ്പോട്ട് തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ശേഷം നമുക്കതിൻ്റെ നെയിം അതുപോലെ അത് എവിടെ പോയി റീനെയിം കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഓക്കെ ഞാൻ മൈ കോവിഡ് സർട്ടിഫിക്കറ്റ് എന്നും കൊടുത്തിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തു. ഓക്കെ അത് വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി. ഇനിയിപ്പോൾ നമുക്ക് ഈ കോവിഡ് സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല, കാരണം നമുക്ക് പുറത്തിറങ്ങുന്നത് അത്ര സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമുക്ക് മിസ്സാവാത്ത രീതിയിൽ എടുത്തു വെക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈവാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈവാണ് ഏറ്റവും നല്ലത്, നമുക്കിത് എടുത്തു വെക്കാനാണ്. അപ്പോൾ ഞാൻ ഡ്രൈവ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ഓൺ ദി സ്പോട്ട് ഏത് ഡ്രൈവാണോ യൂസ് ചെയ്യുന്നത് ആ ഡ്രൈവിലെ പാസ്വേഡ് അതുപോലെ ആ ഇമെയിൽ അഡ്രസ്സ് അത് നമുക്ക് അറിഞ്ഞിരിക്കാൻ നിർബന്ധമാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സായാൽ നമുക്കത് വീണ്ടെടുക്കാൻ കഴിയും. അഥവാ നമ്മൾ ഈ ഡ്രൈവിൽ എന്ത് ആഡ് ചെയ്തിട്ടാൽ നമുക്കത് വീണ്ടെടുക്കാൻ കഴിയും. ഞാൻ ഡൗൺലോഡ്സ് പോവാണ്. ഞാൻ മൈ കോവിഡ് സർട്ടിഫിക്കറ്റ് .pdf ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഇത് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫയൽസ് പോയി ജസ്റ്റ് അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ മൈ കോവിഡ് സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞ് ഒരു PDF ആണ്. PDF ആയിട്ട് ഇവിടെയുണ്ട് എൻ്റെ പേര് അതുപോലെ എടുത്ത തീയതി ഒക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, നമുക്കിത് നമ്മുടെ കയ്യിൽ നിന്ന് കോവിഡ് സർട്ടിഫിക്കറ്റ് അഥവാ നമ്മുടെ ഫോൺ മിസ്സായാൽ നമുക്കിത് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു ഫോണിൽ നമ്മൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ആ ഫോണിൽ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് അവരോട് മെയിൽ ID നോക്കുക. ഞാനിപ്പോൾ അതേ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആഡ് അനദർ അക്കൗണ്ട് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗൂഗിളിൽ പോവുക. ശേഷം ഇത് എൻ്റെ സെറ്റിങ്സിൻ്റെ പാസ്വേഡാണ്, അത് നോക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ലോഡാവും. ഓക്കെ, ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏത് ഇമെയിലാണോ കയറ്റിയിടുന്നത് ആ ഇമെയിലിൻ്റെ പാസ്വേഡും ഇമെയിലും നമുക്ക് ഓർമ്മയുണ്ടാവണം. അപ്പം ഞാൻ ആഡ് ചെയ്തിട്ട് ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ദിസ് അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓൺ യുവർ ഡിവൈസ് എന്നാണ്. അപ്പോൾ ഈ അക്കൗണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, ഞാൻ അതേ ഫോൺ യൂസ് ചെയ്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു രീതിയിൽ നെക്സ്റ്റ് കൊടുത്താൽ നമുക്കിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുണ്ടാകും. പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ OTP ലോഗിൻ ഉണ്ടെങ്കിൽ അതും കൂടിയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫയല് നിങ്ങളുടെ മറ്റൊരു ഫോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ കിട്ടുന്നതാണ്.